പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് 25 ഞായർ. പ്രധാന വാർത്തകൾ. ഒമാൻ പൗരന്മാർക്കും ശ്രീലങ്കയിലേക്ക് ഇനി വിസരഹിത യാത്ര. ഒക്ടോബർ 1 മുതലാണ് വിവിധ GCC രാഷ്ട്രങ്ങൾക്കും ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ശ്രീലങ്കയിൽ വിസ ഇല്ലാതെ പ്രവേശിക്കാൻ സാധിക്കുക. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ഇതുവഴി സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ലക്ഷ്യം വെച്ചാണ് ശ്രീലങ്കയുടെ പുതിയ നീക്കം. 30 ദിവസം വരെയാണ് വിസ ഇല്ലാതെ രാജ്യത്ത് കഴിയാൻ സാധിക്കുക. ശ്രീലങ്കയിലേക്ക് വിസരഹിത യാത്രാ സൗകര്യമൊരുക്കുന്നത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതുവഴി ഇന്ത്യയിലേക്ക് കൂടി ഒരുമിച്ചുള്ള ട്രാവൽ പാക്കേജുകളും ഏർപ്പെടുത്താൻ സാധിക്കും. കൊളംബോ തിരുവനന്തപുരം വിമാനയാത്രാ ചെലവ് കുറഞ്ഞതും സമയം വളരെ കുറവുമാണ്. ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതോടെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഇന്ത്യൻ നഗരങ്ങൾ വഴി ശ്രീലങ്കയിലേക്ക് വിമാനയാത്രയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നിടുകയാണ്. ജർമ്മനി, UK സ്വകാര്യ സന്ദർശനത്തിന് ശേഷം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഒമാനിലേക്ക് മടങ്ങിയെത്തുന്നു. ദിവാൻ ഓഫ് റോയൽ കോർട്ട് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജൂലൈയിലാണ് സുൽത്താൻ യൂറോപ്യൻ സന്ദർശനത്തിനായി ഒമാനിൽ നിന്ന് തിരിച്ചത്. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചു. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച മഴ വൈകുന്നേരവും തുടർന്നു. മഴ പെയ്ത സ്ഥലങ്ങളിൽ താപനില താഴുകയും ചെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തലസ്ഥാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ പകലിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു. മഴ ലഭിച്ച പ്രദേശങ്ങളിൽ കനത്ത കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെ ആയിരുന്നുവെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി. ബുറൈമി, ഇബ്രി, മഹദ, യങ്കൽ, വാദി അൽജസി, ദങ്ക് എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. വ്യാഴാഴ്ച രാത്രിയോടെ തന്നെ വിവിധ ഇടങ്ങളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കരുത്താർജിച്ചത്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ ഭൂപടങ്ങളും വിശകലനങ്ങളും ചെയ്തതാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. തെക്കൻ ഷർക്കിയ, ദാഹിറിയ, ധോഫാർ ഗവർണറേറ്റുകളിലായിരിക്കും മഴ ലഭിക്കുക. വാദികൾ നിറഞ്ഞൊഴുകുകയും ചെയ്യും. മറ്റു ഗവർണറേറ്റുകളിൽ ഭാഗിക മേഘാവൃതമായിരിക്കും. തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഒമാനിൽ പഴം പച്ചക്കറി വിലയിൽ നേരിയ വർധനവെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട്. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും പ്രതികൂല കാലാവസ്ഥ മൂലം പ്രാദേശിക ഉൽപ്പാദനവും വിതരണവും കുറഞ്ഞതും ലഭ്യത കുറയാൻ ഇടയാക്കുകയും ഇതുവഴി വില ഉയരുകയും ചെയ്തതായി റിപ്പോർട്ടിൽ കാണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജൂലൈയിൽ പച്ചക്കറി വില 20%വും പഴങ്ങളുടെ വില 7.6% വർദ്ധിച്ചു. പുതിയ കണക്കുകളിൽ ഒമാന്റെ ആകെ വിലക്കയറ്റം 153% ഉയരാനും ഇത് ഇടയാക്കി. ശീതളപാനീയങ്ങൾക്ക് ഉയർന്ന വിലക്കയറ്റം രേഖപ്പെടുത്തിയത് 4.5%. ആരോഗ്യം, ഗാർഹികം, ജലം, വൈദ്യുതി, പാചകവാതകം, വസ്ത്രം, ഹോട്ടൽ തുടങ്ങിയവയ്ക്കും നേരിയ വില വർധനവുണ്ടായി. അതേസമയം പ്രാദേശികമായി ഉൽപ്പാദിച്ച പഴം പച്ചക്കറികൾ കൂടുതലായി വിപണിയിൽ ലഭ്യമാക്കി. വിലക്കയറ്റം ഒഴിവാക്കിയും മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ രാജ്യം നടപ്പിലാക്കി വരികയാണ്. ഖരീഫ് കാലത്തോടനുബന്ധിച്ച് ഒരുക്കിയ സലാല ഭക്ഷ്യമേള ഏറ്റെടുത്ത് സഞ്ചാരികൾ. സലാല സൂക്ക് ഷാത്തി അൽ ഹഫയിൽ വ്യാഴാഴ്ച ആരംഭിച്ച മേളയിൽ 100 കണക്കിന് പേരാണ് ദിനംപ്രതി എത്തുന്നത്. വാരാന്ത്യാവധിയായതിനാൽ ആദ്യ ദിനങ്ങളിൽ തന്നെ ഭക്ഷ്യവിഭവങ്ങളും കലാപ്രകടനങ്ങളും ആസ്വദിക്കാൻ നിരവധി പേർ മേളയിലെത്തി. മേള ആഗസ്റ്റ് 31 വരെ തുടരും. സലാല ഭക്ഷ്യമേളയുടെ 3ാം എഡിഷനാണ് ഇത്തവണത്തേത്. നിരവധി ഭക്ഷ്യ സ്റ്റാളുകളിലായി 100 കണക്കിന് രുചി വൈവിധ്യങ്ങൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിൽ ഹൈക്ക് ചെയ്യുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് 4 പേർ മരണപ്പെട്ടു. 4 പേർക്ക് പരിക്കേറ്റു. വാദി തനൂഫിൽ ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. 16 അംഗ അന്താരാഷ്ട്ര ഹൈക്കിംഗ് ഗ്രൂപ്പാണ് അപകടത്തിൽപ്പെട്ടതെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പ്രദേശത്ത് രാവിലെ മുതൽ കനത്ത മഴ പെയ്തിരുന്നു. ഹൈക്കിങ്ങിനിടെ ശക്തമായ മഴ പെയ്യുകയും വാദി നിറഞ്ഞൊഴുകുകയായിരുന്നു. ഇതിനിടെയാണ് മലവെള്ളപ്പാച്ചിലിൽ ഹൈക്കിംഗ് ബോട്ടുകൾ വെള്ളത്തിൽ മറിയുന്നത്. മരണപ്പെട്ട 3 പേർ അറബ് വംശജരാണ്.
പരിക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മുഴുവൻ ആളുകളെയും നിസ്വ റഫറൻസ് ആശുപത്രിയിലേക്ക് പോലീസ് എയർലിഫ്റ്റ് ചെയ്തതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ഹൈക്കിങ്ങിന് എത്തിയ മറ്റുള്ളവർ സുരക്ഷിതരാണ്. കനാലുകളും അരുവികളും നിറഞ്ഞു കിടക്കുന്ന നിസ്വയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാദി തനോഫ്. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം തെക്കൻ ഷർക്കിയ ഗവർണർ ഓഫീസുമായി സഹകരിച്ച് ഒരുക്കിയ സൂർ മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു. ഈ മാസം 28 വരെ തുടരുന്ന കടൽ കായിക ഉത്സവത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളാണ് അരങ്ങേറുന്നത്. സൂറിലെ പ്രധാന ബീച്ചുകളിലൊന്നായ മോഖ കടൽ തീരത്താണ് ഫെസ്റ്റിവൽ വേദി. 2024 അറബ് ടൂറിസം തലസ്ഥാനമായി സൂറിനെ തിരഞ്ഞെടുത്തതിന്റെ കൂടി ഭാഗമാണ് മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ. ഒമാൻ സെയിൽ ആണ് ഫെസ്റ്റിവൽ അനുബന്ധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 4 വിഭാഗങ്ങളിലായി വ്യത്യസ്ത മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വാരാന്ത്യ അവധി കൂടി ആയതിനാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്ക് പിന്തുണയുമായി നിരവധി പേർ മോഖ ബീച്ചിലും പരിസരങ്ങളിലും ഫിനിഷിംഗ് പോയിന്റിലുമെല്ലാം എത്തിയിരുന്നു. ഒമാനിൽ പ്രവാസിയായിരുന്ന ആലപ്പുഴ സ്വദേശി ഹൃദയാഘാതം മൂലം നാട്ടിൽ നിര്യാതനായി. കുട്ടനാട് എടത്ത കോയിൽമുക്ക് പാലക്കളത്തിൽ റോബിൻ മാത്യു ആണ് മരണപ്പെട്ടത്. മസ്കത്തിൽ 13 വർഷം ജോലി ചെയ്ത റോബിൻ സ്വകാര്യ സ്ഥാപനത്തിൽ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം ചാപ്റ്റർ തല ഫൈനൽ മത്സരങ്ങൾ നടന്നു. മേഖലാതല മത്സരങ്ങളിൽ നിന്ന് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികളാണ് ഫൈനലിൽ പങ്കെടുത്തത്. മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിന്റെ പരിധിയിലുള്ള മസ്കത്ത്, നിസ്വ, ഇബ്ര, സുഹാർ, സൂർ, സീബ് മേഖലാ മത്സരങ്ങൾ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ മത്സരിച്ചു. വിജയിച്ച 29 കുട്ടികളാണ് ചാപ്റ്റർ തല ഫൈനലിൽ പങ്കെടുത്തത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.